തർക്കമുണ്ടാവുകയും കാർ മാറ്റില്ല എന്ന് പറയുകയും ചെയ്തു. ഇതിനിടയിൽ ഈ യുവാവ് അഭിഭാഷകന്റെ കോട്ടിൽ പിടിച്ച് തള്ളി മാറ്റുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഈ കാണുന്ന അടി അവിടെ ഉണ്ടായത്. അതായത് അഭിഭാഷകരെല്ലാവരും ചേർന്ന് ആ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് സിവിൽ സ്റ്റേഷനിലെത്തിയ ആളുകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച രംഗങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ യുവതിയും അതോടൊപ്പം തന്നെ ഈ അഭിഭാഷകരും പരാതി നൽകിയിരുന്നു. ഈ അഭിഭാഷകരുടെ പരാതിയിലാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരം സ്വദേശികളായ യുവാവിനെയും യുവതിയെയും വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്ത് യുവാവും യുവതിയും നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകുകയും ചെയ്തില്ല. ഈ സംഭവം കോർട്ടിൽ പിടിച്ച് വലിക്കുന്നുണ്ട്, അത് ചെയ്യാൻ പാടില്ല. അതേസമയം തന്നെ അഭിഭാഷകൻ കരണക്കുറ്റിക്ക് നോക്കി ശക്തമായിട്ട് അടിക്കുകയാണ്. തീർച്ചയായും ആ യുവാവ് കോട്ടിൽ പിടിച്ച് വലിച്ചത് തെറ്റ്. അതിനുശേഷം അഭിഭാഷകർ മറ്റ് അഭിഭാഷകരെ വിളിച്ചു വരുത്തുന്നതും കാണുന്നുണ്ട്. പിന്നീട് കോർട്ട് മറ്റൊരു അഭിഭാഷകന് നൽകിയ ശേഷം മുഖത്തടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷമാണ് ഈ കേസിലേക്കെല്ലാം പോയത്. പിന്നീട് ഈ യുവാവും യുവതിയും നിർത്തിയ കാറിന്റെ 4 ചക്രങ്ങളുടെ കാറ്റും അഭിഭാഷകർ അഴിച്ചുവിടുകയും അതോടൊപ്പം തന്നെ ഈ കാറ് ആണി കൊണ്ട് വരച്ച് അത് കേടുവരുത്തുകയും ചെയ്തു. പെയിന്റ് എല്ലാം തന്നെ മോശമായ രീതിയിൽ ചിത്രങ്ങൾ വരച്ച് അത് കേടാക്കുകയും ചെയ്തു. ഇത് ചിത്രീകരിക്കുന്നതിനിടയിൽ ഈ യുവതിയുടെ അമ്മ കയറി വന്നത്. ഈ അമ്മ കയറി വന്നപ്പോഴാണ് അഭിഭാഷകർ കൂട്ടത്തോടെ ഈ അമ്മയെ തെറി വിളിച്ചു കൊണ്ടുവരുന്നത്. ഈ സമയത്താണ് റിപ്പോർട്ടർ ടിവിയുടെ വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിർ ആ ദൃശ്യങ്ങൾ പകർത്താനായിട്ട് എത്തുകയും അത് കണ്ടതോടുകൂടി അഭിഭാഷകർ എല്ലാവരും തന്നെ റിപ്പോർട്ടർ സംഘത്തിന് നേരെ തിരിയുകയാണ്. ഈ ദൃശ്യങ്ങൾ പുറത്തുവിടരുത്, പുറത്തുവിട്ടാൽ കൊല്ലുമെന്നുള്ള ഭീഷണി അടക്കം മുഴക്കുകയും ചെയ്തത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമായി കാണുന്നുണ്ട്. നമ്മളവിടെ മാറി നിൽക്കുന്ന സമയത്ത് ഞാനും BN അഷ്കറും അഭിഭാഷകനായ അഷ്കറും നമ്മൾ സംസാരിച്ചു
സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അബു താഹിർ ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത്. അപ്പോഴാണ് ഈ മാതാവ് കയറി വരികയും ഈ മാതാവിന് ഇറങ്ങിപ്പോകാൻ മറ്റ് അഭിഭാഷകർ ചീത്ത വിളിക്കുകയും ചെയ്തപ്പോൾ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തത്. എന്തായാലും റിപ്പോർട്ടർ സംഘത്തെ കയ്യേറ്റം ചെയ്തതിന് കേരള പത്രപ്രവർത്തക യൂണിയന്റെ കൊല്ലം ഘടകം പരാതി അടക്കം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിക്കുകയടക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിൽ പറയുന്നത് അഭിഭാഷകർ പറയുന്നത് ഇത് തങ്ങളുടെ ഇടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും അറിയാതെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് എത്തിയവരാണ് ഇവിടെ കാർ പാർക്ക് ചെയ്ത്. അഭിഭാഷകർക്ക് അല്പം ഒന്ന് ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇത്ര വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകില്ല. ഇന്ന് രാവിലെ നടന്ന വിഷയങ്ങളാണ്. ഒരു കൂട്ടം അഭിഭാഷകർ ഒരു യുവാവിന്റെ കരണക്കുറ്റിക്കേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതെന്ത് സംവിധാനമാണുള്ളത്? നിയമവാഴ്ച ഉറപ്പാക്കേണ്ട കോർട്ട് ഉദ്യോഗസ്ഥന്മാരല്ലേ